സോ ഗൈസ്, ഓം പരമാത്മ എന്ന് പറഞ്ഞ പേര് റിലേറ്റഡ് ആയിട്ട് ദേവിക നമ്പ്യാർ ആൻഡ് വിജയ് മാധവ് ഒരു കോണ്ടന്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇന്നലെ അവരുടെ ഒരു വീഡിയോ കൂടി വന്നിട്ടുണ്ടായിരുന്നു, കൊമൻസ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ തിങ്സ് എല്ലാം സെറ്റിലാവട്ടെ എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് വീഡിയോ മൊത്തം വിജയ് മാധവ് പറയുന്നുണ്ട്, എനിക്കിതൊന്നും ഏൽക്കില്ല, ഞാനൊരു സ്പിരിച്വൽ ലെവലിലുള്ള ഒരു മനുഷ്യനാണ്, ബട്ട് സ്റ്റിൽ വൈഫിൻ്റെ ഒരു സങ്കടം, വിഷമം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ പബ്ലിക്കായിട്ട് ഇതേപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാണിച്ച് വീഡിയോ ഇടുന്ന സമയത്ത് ആളുകളുടെ കമൻറ്റ് വാല്യൂ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനത്തെ വീഡിയോ മോസ്റ്റ്ലി പോകുന്നത്. ആൻഡ് മെജോറിറ്റി പോർഷൻസിലും ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴും നമുക്കത് മനസ്സിലാവും വീഡിയോക്കകത്ത്. ഓക്കെ, പേരിട്ടും പോയി. ഇപ്പോൾ ലാസ്റ്റ് നാട്ടുകാരിങ്ങനെ വന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഒന്നും ലൈക്ക് അത് ഭയങ്കരമായിട്ട് തട്ടൂടെ ചില സാധനങ്ങൾ പറയുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഞാൻ തന്നെ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ ദൈവികത അങ്ങനെയുള്ള കാര്യങ്ങളിൽ അധികം എന്താ പറയുക വിശ്വാസവും ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുമില്ല. ദിവസം രാവിലെ എണീക്കണം, കിടന്നുറങ്ങണം, അതിനിടെ ഭക്ഷണം കഴിക്കണം, മാക്സിമം ആരും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോകണം, നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കണം, ഇങ്ങനത്തെ ഒരു മൈൻഡേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഈ സ്പിരിച്വാലിറ്റിയും ദൈവവും സാധനങ്ങളൊക്കെ കണക്ട് ആവാൻ പാടാണ്. മേ ബി അങ്ങനെയുള്ളവരോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ദൈവം അതിൽ കൂടുതൽ വിശ്വാസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്പിരിച്വാലിറ്റി എന്നൊക്കെ കാണുന്ന സമയത്ത് നോർമൽ ലെവലിൽ ഇതൊക്കെ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ ഇത് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു എക്സ്ട്രീം ആണോ ഇയാളെന്നുള്ള രീതിക്ക് ഈ വ്യക്തിയെ ബുള്ളി ചെയ്യുന്ന ആളുകളും ഉണ്ട് കമൻറ്റ് ബോക്സിനകത്ത്. എന്താണെങ്കിലും അത്യാവശ്യം അത് തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരിങ്ങനെ, ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കമൻറ്റ് റിയാക്ഷൻ വരാൻ എല്ലാ ചാറ്റ്സും ഞാൻ കാണുന്നുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. നന്മയ്ക്ക് വേണ്ടി എന്ന് നമ്മൾ ചിന്തിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും 20 വർഷത്തിന് ശേഷം കുട്ടി കോളേജിൽ പോകുമ്പോൾ ചീത്ത വിളിക്കും എന്നും പറഞ്ഞ് ഇപ്പം പറയുന്നത് അതിനേക്കാളും ചില കമൻറ്റുകളൊക്കെ വായിച്ചാൽ ബോഡി ഷേമിങ് അറ്റ് ദ പീക്കാണ്. അപ്പം ഞാൻ വിചാരിച്ച് നമ്മളെന്തിനാണ് ഇപ്പം, ഞാൻ തെറ്റൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിട്ടത് എൻ്റെ കുട്ടിക്ക് പേരാണ്, പേര് ഓം പരമാത്മ. അത് ഞാൻ വളരെ ബോധ്യത്തോടു കൂടി എന്താണ് അതിൻ്റെ അർത്ഥമെന്നും എന്തൊക്കെ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇട്ടത്. പിന്നെ ആകെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വീഡിയോ നമ്മൾ ഇട്ട സമയത്ത് ദേവിക കുറച്ച് കംഫർട്ടബിൾ അല്ലായിരുന്നു. ലൈക്ക് പ്രസവം കഴിഞ്ഞിരിക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, പിന്നെ തൊണ്ട സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ തെറ്റിദ്ധരിച്ച് കാണും ഇത് ദേവിയുടെ പെർമിഷൻ ഇല്ലാതെയാണ് ഞാൻ ചെയ്തതെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു തുടക്കം വരുന്നത്. ആക്ച്വലി കഴിഞ്ഞൊരു വീഡിയോ ഇവരിട്ട ഒരു കുട്ടിക്ക് പേര് റിവീൽ ചെയ്ത ഒരു വീഡിയോക്കകത്ത് 2 രീതിയിലാണ് കാര്യങ്ങൾ ഇവർക്കെതിരെ പോയത്. ഒന്ന്, ഈ കുട്ടിയുടെ പേര്. ഓക്കെ, പേര് പറയുമ്പോൾ തന്നെ ആളുകൾ ഈ വീഡിയോ കണ്ട്, ഇവരുടെ ഈ ഒരു എൻറ്റയർ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം ഡെഫിനറ്റ്ലി പറയണം തോന്നുന്നത്, കുട്ടിയെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ എവിടെയും കുട്ടിയെ ഒരു ബുള്ളി ചെയ്തോ ഷെയിം ചെയ്തോ ഉള്ളൊരു അങ്ങനത്തെ ഒരു കമൻറ്റ് വെരി റയറാണ്. കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല, കാരണം മോസ്റ്റ്ലി ഞാൻ നോക്കിയിടത്തൊന്നും മെജോറിറ്റി കമൻസിലും അങ്ങനൊരു സാധനം ഇല്ല. ഓക്കെ, മോസ്റ്റ്ലി ഹെയ്റ്റ് പോയിട്ടുള്ളത് ഈ ഒരു വ്യക്തിക്കാണ്, അച്ഛൻ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് മോസ്റ്റ്ലി ഹെയ്റ്റ് പോയിട്ടുള്ളത്. അത് 2 രീതിയിലാണ്. ഒന്ന്, ഈ പേരിട്ടു, ആ പേരിടാനുള്ള കാരണം പറഞ്ഞാൽ സ്പിരിച്വൽ കണക്ഷൻ, ആ കൈൻഡ് ഓഫ് സാധനങ്ങൾ പറഞ്ഞ സമയത്ത് അതൊരു വേറൊരു എക്സ്ട്രീം ഭക്തി ലെവലിലേക്ക് ആളുകൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഹെയ്റ്റും അതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള കുറേ കമൻറ്റുകളും. വേറൊരു സൈഡ് ഈ പറഞ്ഞ വൈഫും ഹസ്ബൻഡും, ഒരു ഹസ്ബൻഡ് ഭയങ്കര നാർസിസിസ്റ്റ് മെൻറ്റാലിറ്റി ആയിട്ട് ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നു വൈഫിൻ്റെ മുകളിൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഓക്കെ, ഡെഫിനറ്റ്ലി വൈഫ് ആ ഒരു സർജറി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒന്നിങ്ങനെ ഇരിക്കുകയായിരിക്കും. സർജറി ആണോ അതോ നോർമലാണോ എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത്, ആ ഒരു ഫേസ് കഴിഞ്ഞ് അവർ ഭയങ്കര എന്താ പറയുക ഡള്ളായിട്ടിരിക്കുമ്പോഴാണ് ഡെഫിനറ്റ്ലി ആ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ബട്ട് ആ വീഡിയോനകത്ത് ഒരു കാര്യം ഭയങ്കര എവിഡൻ്റ് ആയിരുന്നു. ആദ്യത്തെ കുട്ടിക്ക് പേരിട്ട സമയത്ത് കുറച്ചും കൂടിയും കൺവേ ചെയ്ത് കൺവിൻസിങ് ആക്കിയിട്ടാണ് ആ ഒരു ലേഡിയോട് പറഞ്ഞിട്ടൊക്കെയാണ് ആ ഒരു പേര് വന്നിട്ടുള്ളതെന്നും. സെക്കൻഡ് നെയിം വന്ന സമയത്ത് വിജയ് അതത്ര കൺവിൻസ് ആക്കാൻ ടൈം കിട്ടാനായിട്ടായിരിക്കും, ബിക്കോസ് ഒരു ഷോർട്ട് ടൈമിലായിരിക്കും ഈ ഒരു ഓം പരമാത്മ എന്നുള്ള ഒരു പേര് കിട്ടിയത് എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ വിജയ് ദേവികയ്ക്ക് ആ ഒരു സാധനം പറഞ്ഞു കൊടുക്കാൻ, അതായത് ഇന്നതാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനുള്ള ടൈം കിട്ടാത്തതിൻ്റേതായിട്ടുള്ളൊരു
ഒരു അത്ഭുതം ദേവികയുടെ ഫേസിൽ എന്താണെങ്കിലും എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഭാര്യയും ഭർത്താവുമാണ്, നിങ്ങളുടെ മകനും മകളുമാണ്. അവർക്ക് എന്ത് പേരിടണം, ആ പേര് കൊണ്ട് അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നാളെ നിങ്ങളുടെ പ്രശ്നങ്ങളായിട്ടും വരും. കുട്ടികൾ നിങ്ങളുടെ അടുത്തും ചോദ്യമായിട്ട് വരും. ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ ആരും ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഭയങ്കര വാണ്ടഡ്ലി ഭയങ്കര മോശമായിട്ട് കുട്ടിയെ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മോസ്റ്റ്ലി നിങ്ങൾക്ക് തന്നെയാണ് ഹെയ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇതിലൊരു ഡയമെൻഷൻ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചതാണോ അതോ പറഞ്ഞു വന്നപ്പോൾ ആയി പോയതാണോ എന്നറിയില്ല. കമൻ്റ് ഇടുന്നവരെല്ലാവരും ഒരു കുട്ടിയെ ബുള്ളി ചെയ്തു, കുട്ടിയെ ഇങ്ങനെ കാണിച്ചു. ഇപ്പോഴേ ഇത്ര കുട്ടി നാളെ സ്കൂളിൽ പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം എന്നേ ആളുകൾ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എന്താണെങ്കിലും ബാക്കി കാണാം. ആ പേരിൽ ഇത്ര പേടിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത്രയ്ക്കോ അങ്ങ് വിഷമിപ്പിക്കേണ്ട ഒരു സാധനം ആ പേരിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓം പരമാത്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്ങിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ അത് ഞാൻ എന്ത് പറഞ്ഞാലും അത് ഡിഫെൻസീവായിട്ടേ വരത്തുള്ളൂ. കാരണം നിങ്ങൾ ഞാനൊരു മോശപ്പെട്ടവനാണ് എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ പിന്നെ അയാൾ പറയുന്നതെല്ലാം മോശമായിരിക്കും, അല്ലേ? അതേസമയം ഞാൻ നല്ലവനാണ് എന്ന് കരുതുന്നവർ ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്നും വിചാരിക്കും. അപ്പോൾ അതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. ഞാൻ ആ വീഡിയോയിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് ഞാനെന്ന് പറയുന്നത് ഞാൻ മഹാനാണ്, ഞാൻ സന്യാസിയാണെന്ന് കാണിക്കാനല്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ബോധ്യമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഞാനീ പറയുന്നതൊക്കെ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളിത് ഫോളോ ചെയ്യണം, ഇതൊന്നും ഞാൻ പറയുന്നില്ല. യെസ്, ഡെഫിനറ്റ്ലി ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വ്യക്തിയുടേതായിട്ടുള്ള തോട്ട് പ്രോസസ്സിൽ, ആ വ്യക്തിയുടേതായിട്ടുള്ള ജീവിതചര്യകളിൽ വളർന്ന സാഹചര്യത്തിൽ നിന്ന് വന്ന അഡാപ്റ്റേഷൻ ഉണ്ടല്ലോ ലൈഫിൻ്റെ, അത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഈ ഭക്തി റിയൽ ലൈഫുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പല രീതിയിൽ ആളുകൾക്ക് എടുക്കാം. എക്സ്ട്രീമിസ്റ്റ് ഭക്തിയായിട്ട് കൊണ്ട് നടക്കുന്നവർക്ക് വിജയ് മാധവനെ ചിലപ്പോൾ കണക്റ്റ് ആവും. സ്പിരിച്വൽ ലെവലിലൊക്കെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നവർക്ക് വിജയിനെ ചിലപ്പോൾ കണക്റ്റ് ആവും. പക്ഷെ മെജോറിറ്റി ആളുകളും അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ അങ്ങനത്തെ ഒരു ഫേസിലല്ല ഇരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനത്തെ ആളുകൾക്ക് ഇപ്പോൾ ഭക്തി കണക്റ്റ് ആയാലും സ്പിരിച്വൽ ലെവൽ തിങ്സ് കണക്റ്റ് ആവാൻ വളരെ പാടായിരിക്കും. ആൻഡ് ഇതൊന്നും അല്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു 1000 കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ 999 കമൻറ്റും വന്നിട്ടുള്ളത് കുട്ടിക്ക് ഈ പേര് കൊണ്ട് വരാവുന്ന ഒരു കൈൻഡ് ഓഫ് ഫേസ് ഉണ്ടല്ലോ ലൈഫിൽ, കോളേജിലും സ്കൂളിലും പോകുന്ന സമയത്ത്, അതാണ് കൂടുതലും വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ ഒരു പറഞ്ഞ കാര്യവും വിജയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഓക്കെ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അതായത് ഭക്തി മാത്രം അല്ലെങ്കിൽ ഭക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് ഭക്തിയിൽ സ്പിരിച്വാലിറ്റിയിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഇനി എന്ത് എക്സ്പ്ലനേഷൻ തന്നാലും അയാൾ നീ ഭക്തി മൂത്ത് പറയുന്നല്ലടാ എന്നുള്ളൊരു സംഗതി വരും. ഇപ്പം ഞാനത് അനുഭവിച്ചിട്ടുള്ളതാണ്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ദൈവവിശ്വാസം അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഗതികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാനിനി വന്ന് എങ്ങനെയൊക്കെ വീഡിയോയിൽ എന്തൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് ആളുകൾ പറയും ഇയാളുടെ നീ ഒന്നിനും വിശ്വസിക്കാതെ നടക്കുന്ന ഒരുത്തരല്ലേ, നിനക്ക് എന്താ പറയാൻ എന്നുള്ള ചോദ്യം ചോദിക്കും. ഇതൊക്കെ ഉള്ളതാണ്, അത് ഇല്ലാത്ത കാര്യമൊന്നുമല്ല. അപ്പോൾ ഇയാൾ വന്നിട്ട് ഇനി ദൈവവിശ്വാസത്തിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും, പേരിൻ്റെ ബാക്കിലുള്ള ഇയാളുടെ കോൺസെപ്റ്റുകളെ കുറിച്ച് പറഞ്ഞാലൊക്കെ വിശ്വാസത്തിൽ അന്ധനായ ഒരുത്തൻ്റെ ജൽപ്പനം എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരത് അങ്ങനെ തന്നെ പിടിക്കുള്ളൂ. ഓക്കെ, അതൊക്കെ അങ്ങനെയാണ്. ആ റിയാലിറ്റിയൊക്കെ ഇവർ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണുമ്പോൾ ഇറ്റ്സ് ഗുഡ്, ഓക്കെ ഫൈൻ. ബട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, ഈ ഉപ്പുമുളകും ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത്. അതിപ്പോൾ കുറച്ചും കൂടിയും അതിൻ്റെ ഒരു റിയൽ ഫേസ് എക്സ്പോസ്ഡ് ആവുന്നുണ്ട് എല്ലാ എന്താ പറയുക ലൈഫ് സ്റ്റൈൽ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കാര്യത്തിലും. ഇതൊരു നെക്സ്റ്റ് ജനറേഷനിക്ക് പാസ്സാവുന്ന കാര്യമാണ്, ഇങ്ങനെ പാസ് ഓൺ ചെയ്യും. അതായത് നമ്മൾ ചെയ്യുന്ന കോണ്ടൻറ്റുകൾ, അതിൽ നിന്ന് വരുന്ന വേവ്സ്, നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന കോണ്ടൻറ്റുകളുടെ, അത് ഗുഡ് ഓർ ബാഡ്, നെഗറ്റീവ് ഓർ പോസിറ്റീവ് വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൻ്റെ ഒരു വേവ് ഇങ്ങനെ അടുത്ത ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യും എന്നുള്ളത് ഡെഫിനറ്റ്ലി ഓണാണ്. കാരണം ഇതൊക്കെ ഒരു ഡിജിറ്റൽ എവിഡൻസ് പോലെ, തെളിവ് പോലെ കിടക്കുന്ന കാര്യങ്ങൾ. ഇതിപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ആ സാധനം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ബാക്കി പേജുകളിലെല്ലാം ഇതിൻ്റെ മീമ്, ട്രോള്, കാര്യങ്ങൾ, സംഗതികളുടെ റിയാക്ഷനൊക്കെ കിടക്കുന്നുണ്ടാവും. കുട്ടികളൊക്കെ വളർന്നു വരുന്ന കുട്ടികളാണ്. നമുക്ക് കിട്ടുന്നതിനേക്കാൾ മുമ്പ് അവർക്ക് ലൈഫിൽ എന്ത് ചെയ്യുന്നു, സോഷ്യൽ മീഡിയ ആയിട്ടുള്ളൊരു എക്സ്പോഷർ വരുന്നുണ്ട്. സോ അങ്ങനത്തെ സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു കാലഘട്ടം മുന്നിലുള്ളപ്പോൾ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. സോ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന റിയാക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കോണ്ടൻറ്റുകൾ ഞാൻ പറഞ്ഞല്ലോ പാസ് ഓൺ ആവും. അതിൻ്റെ കർമ്മ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി അടുത്തൊരു വേവ് എന്തായാലും പോവും. അതിപ്പോൾ ഭയങ്കര എവിഡൻ്റ് ആണ്. ഇപ്പോൾ ഈ കുട്ടി നാളുകളിൽ സ്കൂളിലും കോളേജിലും പോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിൻ്റെ പേര് അന്നേ കോൺട്രവേഴ്സി ആയതാണ്,
അച്ഛനമ്മമാർ എത്രയോ കുട്ടികളെ പറഞ്ഞ് പേര് കൺവിൻസ്. ഇപ്പം ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, സായി കൃഷ്ണൻ പിന്നെ നിങ്ങളെങ്ങനെ കൺവിൻസ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു നോക്കി. പിന്നെ അമ്മമ്മ ലാസ്റ്റിനോട് പറഞ്ഞു, അമ്മമ്മയ്ക്ക് അൽഷിമേഴ്സ് ആയിരുന്നു, അമ്മ മരിച്ചു. പക്ഷേ അതിന് മുമ്പ് ഞാൻ ചോദിച്ച സമയത്ത് തന്നെ അമ്മമ്മയ്ക്ക് ഇപ്പോൾ അത്യാവശ്യം അൽഷിമേഴ്സിൻ്റെ സ്റ്റേജൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ചോദ്യം തുടങ്ങിയിട്ടുണ്ട് കോളേജിൽ നിന്നൊക്കെ ഇങ്ങനെ. കാരണം അങ്ങനെയാണ്, കാരണം സായി എന്നുള്ളത് മായി എന്നൊക്കെ ദൂരത്തുനിന്ന് വിളിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഈ എന്ന് മാത്രമല്ലേ നമ്മൾ കേൾക്കൂ. അപ്പോൾ സായി സായി എന്ന് അവിടുന്ന് വിളിക്കാമെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ അപ്പുറത്ത് മായി മായി എന്നാണ് വിളിക്കുന്നത്. ഈ എന്നാണ് ഇത്രയും ദൂരത്തുനിന്ന് നമ്മൾ കേൾക്കുന്നത്. അങ്ങനത്തെ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക്. സായി സായി ബാബ അങ്ങനത്തെ ഒക്കെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ കുറേ കിട്ടിയിട്ടുള്ളപ്പോൾ ഞാൻ പോയി വീട്ടിൽ ചോദിക്കുന്ന സമയത്തൊക്കെ എന്നോട് അമ്മമ്മ പറയാറുണ്ട്, എല്ലാം കുറേ പറയുന്നുണ്ടോ, കുറേ പറഞ്ഞിട്ട് ലാസ്റ്റ് 36 പറയും. എനിക്കിതൊന്നും കണക്റ്റ് ആവില്ല. 36 പറയുന്ന സ്പിരിച്വൽ സാധനം അല്ലെങ്കിൽ ഈ പറഞ്ഞ സായിബാബ കൃഷ്ണൻ ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് കണക്റ്റ് ആവില്ല. ലാസ്റ്റ് പറയും, ഇൻ്റെ ഇഷ്ടത്തിന് ഞാൻ പേരിട്ടു, അനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇൻ്റെ മരണം വരെ ഈ പേര് മാറ്റരുത്, മനസ്സിലായി, ഞാൻ മരിക്കുന്ന വരെ ഈ പേര് അങ്ങനത്തെയൊക്കെ ഡയലോഗുകളൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കൊള്ളും. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ആ നാട്ടുകാരി എന്ത് പറയട്ടെ, ആരെങ്കിലും വേണമെങ്കിൽ കളിയാക്കിക്കോട്ടെ, നമുക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട് നമ്മളത് വെച്ച് അതങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ കുട്ടിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ മേ ബി വരാം എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടും അങ്ങനെയൊക്കെ ആയിരിക്കണം ആളുകൾ ഈ വന്നിട്ട്. ഇപ്പം നിങ്ങളെ ഇഷ്ടം കൊണ്ടാണ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ പറയുന്നത്, ഈ പെൺകുട്ടിയാണ് ഓം പരമാത്മ എന്നൊക്കെ പേരിട്ട് കഴിഞ്ഞാൽ നാളെ എന്തൊക്കെ ആ കുട്ടി കേൾക്കേണ്ടിയിരുന്നുള്ളത്. തച്ചിട്ടല്ല അത്. അതിലും കൂടുതലായിട്ട് പിന്നെ നിങ്ങളിലേക്ക് വരുന്ന ഹെയ്റ്റിനെ നിങ്ങൾക്ക് ഡീൽ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, പക്ഷേ മെജോറിറ്റി ഞാൻ പറഞ്ഞ പോലെ കുട്ടി എന്ത് നാളെ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ക്വസ്റ്റ്യൻ. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പലർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു മേഖലയാണ് നമുക്ക്. പക്ഷേ റിലീജിയൻ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മേഖല നമുക്ക് സുപരിചിതമാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള അവസ്ഥയാണ്. അത് എല്ലാവർക്കും കണക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. എന്നെ കളിയാക്കുന്ന ഇപ്പോൾ 2025 ഇയാൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ പ്രാഗ്, പല മെസ്സേജുകൾ. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ പഠിച്ച് വളർന്നു വന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഇന്നത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ ഇനിയിപ്പോൾ കിട്ടുമോ അല്ല കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു 2.25-3 വയസ്സ് മുതൽ ഭഗവത്ഗീത പഠിച്ച് ജപിച്ചു തുടങ്ങിയ ഒരാളാണ്. അപ്പോൾ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ ഓരോ ശ്ലോകങ്ങൾ ചൊല്ലും. അതായത് കൈ തുറന്നു വെച്ച് കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യ സരസ്വതി, കരമൂല്യ സ്ഥിത ഗൗരി. രാവിലെ പിന്നെ തൊട്ട് സമുദ്രവസനേ ദേവി എന്ന് പറഞ്ഞ് തൊടും. കുളിക്കുമ്പോൾ ഗംഗേ ജമുനെ ജൈവ ജപിക്കും. കഴിക്കുന്ന സമയത്ത് ബ്രഹ്മാർപ്പണം ജപിക്കും. രാത്രി കിടക്കുന്നതിന് മുമ്പ് കരചരണകൃതം ബാ കായജം കർമ്മജം ബാ മാനസ. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെ ആരെങ്കിലുമൊക്കെ വിഷമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സിസ്റ്റം എനിക്കുണ്ടായിരുന്നു. തീരെ കുഞ്ഞിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊക്കെ എൻ്റെ നോളജ് അല്ലെ, എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളാണ്. അപ്പം ഇത് എൻ്റെ കുട്ടികൾക്ക് ഞാൻ പകർന്നു കൊടുക്കണ്ടേ അല്ലേ? എൻ്റെ അറിവുകൾ ശരിയെന്ന് തോന്നുന്ന എൻ്റെ അറിവുകൾ ഞാൻ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക. അത് വേറെ ആരും ഉപദ്രവിക്കുക എന്നുള്ള ഉദ്ദേശമില്ല. അപ്പം ഇപ്പോൾ ഒരു പേരിൽ എന്ത് കാര്യമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ലൈക്ക് ഒരു ഗുണ്ടായിസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഫീൽഡിലുള്ള ആൾക്കാർ എന്താണ് വടിവാള് വാസു ഇങ്ങനെയൊക്കെ പേരിടുന്ന എന്തുകൊണ്ടായിരിക്കും? അവർക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? എനിക്ക് ആ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു സാധനം കണക്റ്റ് ആയില്ല. ഓക്കെ, ആ ഒരു ഉപമ എനിക്കൊരിക്കലും കണക്റ്റ് ആയില്ല. അത് എത്ര പേർക്ക് കണക്റ്റ് ആവുമെന്നും എനിക്കറിയില്ല. കാരണം ഒരു ഗുണ്ട വളർന്ന് ഗുണ്ടായിസം കാണിച്ച് അയാളെ ചിലപ്പോൾ ഏറ്റവും എന്താ പറയുക 30-ലോ 40-ലോ 20-ലൊക്കെ ഗുണ്ടയായിട്ട് സ്വയം ഞാൻ ആളെ എന്ന് പറയുന്ന സമയത്താവും വടിവാൾ വാസു അല്ലെങ്കിൽ വെടിയുണ്ട സാജൻ അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഇടുന്നത്. അവർ സ്വയം ഇങ്ങോട്ട് ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒപ്പമുള്ളവരാരും ഇട്ട് കൊടുക്കുന്നത് മാസാക്കി കൊണ്ടു നടക്കുന്നതായിരിക്കും. അല്ലാതെ ഒരു ഗുണ്ട ജനിച്ചു വീഴുമ്പോൾ തന്നെ ഒരു കുട്ടിക്ക് എൻ്റെ മകൻ്റെ പേര് തീപ്പൊരി കുട്ടപ്പൻ എന്ന് ആരെങ്കിലും ഇടുമോ? ഇങ്ങനെ ഒരു ഗുണ്ട ഒരു മകൻ അങ്ങനെ പേരിട്ട് വളർത്തുമൊന്നുമില്ല, മനസ്സിലായോ? ഒരു മാസം ഇരിക്കട്ടെ എൻ്റെ മകന് ജനിക്കുമ്പോൾ തന്നെ, അങ്ങനെയല്ലല്ലോ സാധനം. ഇത് അവരുടെ മാസ് കാണിക്കാൻ വേണ്ടി അവർക്ക് ബുദ്ധിയും ബോധമുള്ള സമയത്ത് അവരിടുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ പേരുകൾ. പക്ഷെ അതും ഈ പറഞ്ഞ കുട്ടിക്ക് പേരിടുമ്പോൾ ഇപ്പോൾ ഓം പരമാത്മ ഇട്ടതും അങ്ങനൊരു സാധനം കണക്ട് ചെയ്യാൻ എനിക്കത് കണക്റ്റ് ആവുന്നില്ല. പിന്നെ ഇപ്പം ഈ വിജയ് പറഞ്ഞ പോലെ ഇതേ ഒരു സെറ്റപ്പിലാണ് ഞാൻ വളർന്നത്. ഞാനിതേ സെറ്റപ്പിൽ വളർന്ന ഒരാളാണ്. എൻ്റെ അമ്മമ്മ ഭയങ്കര ഭക്തിയാണ്, വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഭക്തിയാണ്, എക്സ്ട്രീം ഭക്തിയാണ്. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ പിടിക്കാൻ പറയും, എന്നിട്ട് കുറേ ശ്ലോകം ചൊല്ലിയിട്ട് മുഖത്ത് ഇങ്ങനെ ആക്കും. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ, കുളിക്കുന്നതിന് മുമ്പ്, കിടക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ശ്ലോകങ്ങളൊക്കെ എൻ്റെ തലയിൽ കൂടി റീവിസിറ്റ് ചെയ്യണം, മനസ്സിലായോ? ഈ പറഞ്ഞ ഓരോ ശ്ലോകങ്ങളും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ കാലത്ത് അവരുടെ ശരികളും അവരുടെ ആ ഒരു
എന്താ പറയുക, അവർ വന്ന സാഹചര്യവുമാണ് അവർ നമുക്ക് തരുന്നത്. പക്ഷേ നമ്മൾ വളർന്ന് ഈ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി നമ്മൾ ഈ സൊസൈറ്റിയായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരും. ഇപ്പോൾ എൻ്റെ കേസിൽ അങ്ങനെയാണ് ഉണ്ടായത്. ഞാൻ ഈ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി സൊസൈറ്റിയായിട്ട് കൂടിച്ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നിയ കുറേ തോട്ട്സ് ഉണ്ട്. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എൻ്റെ ഇൻഡിവിജ്വാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് തിരിച്ച് ഈ കാര്യങ്ങൾ. ഇപ്പോൾ രാവിലെ എണീച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നാമം ജപിച്ച്, കുളിക്കുന്നതിന് മുമ്പ് നാമം ജപിച്ച്, കിടക്കുന്നതിന് മുമ്പ് നാമം ജപിച്ച് കിടക്കുന്നത് എന്തോ എനിക്ക് പേഴ്സണലി തോന്നിയത്, എന്തിനാണ് നമ്മൾ അങ്ങനെ ഡിപ്പെൻഡൻ്റ് ആവേണ്ട ആവശ്യമില്ല. എനിക്ക് അങ്ങനെ ഡിപ്പെൻഡ് ആവേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. രാവിലെ എണീച്ചിട്ട് നാമം ചെല്ലുന്നതിന് പകരം രാവിലെ എണീച്ചിട്ട് രണ്ടാളോട് ചിരിക്കുക, അടി ഉണ്ടാക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ അത് മാക്സിമം വേസ്റ്റ് ആക്കാതെ കഴിക്കാൻ നോക്കുക. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്തോ നമ്മൾ ആ കണക്ഷനിൽ ഞാൻ വിട്ടുപോയി. ഓക്കെ, എന്നെ പോലെ ആവണമെന്നില്ല എല്ലാവരും. ഈ കണക്ഷൻ കൊണ്ട് നടക്കുന്നവരുണ്ടാവും. ഇത് പാസ് ഓൺ ചെയ്യുന്നത് ഒരു തെറ്റുള്ള കാര്യമല്ല. ബട്ട് സ്റ്റിൽ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നാട്ടുകാർ കുറ്റം പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ഭക്തി ഫേസിനോ, അല്ലെങ്കിൽ നിങ്ങളിത് കുട്ടികൾക്ക് ഇപ്പോൾ നിങ്ങൾ ശ്ലോകം കുട്ടികളെ പഠിപ്പിക്കുന്നതിന് ആരും കുറ്റം പറയില്ല. നിങ്ങൾ വളർന്നു വന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് ഇങ്ങനെയായിരുന്നു ഞാൻ വളർന്നത്, നിങ്ങളും ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ നല്ലൊരു ഇൻഡിവിജ്വൽ ആവാം. നിങ്ങളൊരു മാതൃകയായിട്ട് മുന്നിൽ നിൽക്കുന്നു അച്ഛൻ. ഓക്കെ, നിങ്ങൾ അതേ മാതൃകയായിട്ട് കുട്ടികൾക്ക് മുമ്പിൽ നിന്നിട്ട് അവരെയും വളർത്തുന്നു ഒക്കെ നല്ലതാണ്, ഇല്ല ആരും പറയുന്നില്ല. ഇതിൽ എഗെയിൻ എല്ലാവരുടെയും ചോദ്യം എന്ന് പറയുന്നത്, ഈ പേര് ഇടുമ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളാണ് സാധനം. ഒരു എന്താ പറയുക, റോക്ക് ബോട്ടം ലെവലിൽ വന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കമൻറ്റ് ബോക്സ് ഇത്ര ഇറപ്റ്റ് ആവാൻ കാരണം എന്താണ്, ഇത്രത്തോളം റിയാക്ഷൻ നിങ്ങൾക്ക് കിട്ടാൻ കാരണം എന്താണെന്നുള്ളത്. ആ ഒരു പേര് അത് ഭാവിയിൽ വരാവുന്ന, അത് നിങ്ങളോടുള്ള കൺസേൺ ആണ്, ആ കുട്ടിയോടുള്ള ഒരു സ്നേഹം കൊണ്ടൊക്കെയാണ് ആളുകളങ്ങനെ കമൻ്റ് ഇട്ട് പോകുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഒരു എൻറ്റയർ വീഡിയോനകത്ത് എന്താ പറയുക, നിങ്ങളുടെ ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്ന ഒരു ബുള്ളിങ്ങിനെ കുറിച്ചിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കുട്ടിയുടെ പേരുമായിട്ട് ഇക്വേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഓക്കെ, അതുകൊണ്ടാണ് ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലും എന്താണ് വീണ്ടും ഹെയ്റ്റിന് മുകളിൽ ഹെയ്റ്റാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുമ്പോൾ ജസ്റ്റ് ലീവ് ഇറ്റ്, അങ്ങനെ പോവുക. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടീനെ വളർത്തുന്നു, നിങ്ങൾ അവർക്ക് പേരിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, കുട്ടി മാറേണ്ട സമയത്ത് മാറണം തോന്നി അത് മാറ്റാൻ നിങ്ങൾ റെഡി ആയി എന്ന് ഈ വീഡിയോയിൽ പറയുന്നു. ദാറ്റ്സ് റിയലി എ ഗുഡ് തിങ് അഗെയിൻ. അപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റണം. സോഷ്യൽ മീഡിയ ആണ്, നിങ്ങൾ വീഡിയോ ഇടുന്ന ആൾക്കാരെ പബ്ലിക്കായിട്ടാണ് ഇടുന്നത്, കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്. ഒരു ഫെയർ യൂസ് പോളിസിയിൽ എല്ലാവരും അതിനൊരു ഒപ്പീനിയൻ പറഞ്ഞു വരുന്നുണ്ട്. ട്രോളും മീമൊക്കെ ഇതിൻ്റെ ഒരു ഇന്നവിറ്റബിൾ ഭാഗമായിരിക്കുന്നു. സോ ഡെഫിനറ്റ്ലി ബേബി പറഞ്ഞ പോലെ ഹെയ്റ്റ് കം ഹെയ്റ്റ് ഗോസ്, അത്രയേ ഉള്ളൂ. കുട്ടി വളർന്നിട്ടിപ്പോൾ കുട്ടി പറയുകയാണ് ഇതേ ആൾക്കാരുടെ മുമ്പിൽ, ഈ സോഷ്യൽ മീഡിയ ഇവിടെ തന്നെ ഉണ്ട്, പ്രൊഫൈലുകൾ ഇവിടെ തന്നെ കാണും, കുട്ടിക്ക് നാളെ ഒരു പ്രൊഫൈൽ കാണും. ഇതേ പേരിൽ ഈ കുട്ടി വന്ന് പറയണം ഐ എം വെരി പ്രൗഡ് ഓഫ് ദിസ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പിന്നൊന്നും പറയാനുണ്ടാവില്ലേ. എനിക്ക് ഈ പേര് കാരണം ഒരു കുഴപ്പമില്ല, ഞാൻ ഭയങ്കര പ്രൗഡാണ്, ഐ അച്ചീവ്ഡ് എ ലോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കമൻറ്റ് ബോക്സിൽ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് കമൻറ്റ് ഇട്ട ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ, വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഓ ഗുഡ് ഗുഡ് എന്നൊക്കെ ചിലപ്പോൾ പറയും. അത്രയേ ഉള്ളൂ കമൻറ്റ് ബോക്സിനെ സംബന്ധിച്ചിടത്തോളം. അല്ല, ഞാൻ താങ്കളെ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. താങ്കളുടെ ഒരു വാക്കിന് ഞാൻ വില കൽപ്പിക്കുന്നില്ല. എന്താ പറയുന്ന, പിന്നെ ഞാൻ നാർസിസ്റ്റിക് ഡിസോർഡറാണ്, പൊട്ടനാണ്, മുഴുപ്രാന്തനാണ്. ഞാൻ എൻ്റെ കുട്ടികളെ മോശമായ രീതിയിൽ ചീത്ത വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് പേരിട്ട് കളിക്കുന്നു. താങ്കൾക്ക് മേലാതിരിക്കുമ്പോൾ താങ്കളെ നിർബന്ധിച്ച് തെറി പറഞ്ഞ് കൊണ്ടുവന്നിരുത്തി വീഡിയോ ചെയ്യിപ്പിക്കുന്നു. ഇതൊക്കെ സ്നേഹം കൊണ്ടാണോ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമ്മളിത് ഇപ്പം കുറേ ഇപ്പം ആത്മജയുടെ ജനനം മുതൽ, അല്ലെങ്കിൽ ആത്മജയുടെ പേരിട്ടത് മുതലാണ് ഈ ബുള്ളിങ് എന്ന് പറഞ്ഞ സാധനം നമ്മളുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മളുടെ ചാനലിലോട്ട് ഏറ്റവും കൂടുതലായിട്ട് വന്നു തുടങ്ങി. പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ബുള്ളിങ് ആണ്. അത് പിന്നെ അവർക്കൊരു ദേഷ്യം കാണും, കാരണം നമ്മൾ ഇത്രയും പറഞ്ഞിട്ടും പുള്ളി കേൾക്കുന്നില്ലല്ലോ. അതെ, പക്ഷേ എന്നുള്ളൊരു ദേഷ്യം കാണും. അതെ, അപ്പം കുട്ടീനെ വരെ ഇപ്പം കുട്ടിക്ക് ഇപ്പം ഓരോ കുട്ടികൾ ഓരോ രീതികളാണ്. ഇപ്പം ഞങ്ങളെ കുട്ടി ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 9 മാസം വളർച്ച കുറവായിരുന്നു, പിന്നെ വളരുന്നുണ്ട്. അതിനാ കുട്ടിക്ക് പറയാൻ പറ്റാത്തത്ര അസുഖങ്ങളും എന്തൊക്കെയൊക്കെയോ പറഞ്ഞു ആത്മജേനെ. അതൊക്കെ വിട്ടു, കാരണം അറിയില്ലല്ലോ. കാരണം നിങ്ങൾ കാണുന്നത് നമ്മളുടെ ലൈഫിൽ ഒന്നെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ വീഡിയോ മാത്രമാണ് കാണുന്നത്.
അപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട് ഈ സൈക്കോ. ഞാൻ കളിയാക്കുമായിരുന്നു പണ്ടൊക്കെ, സൈക്കോ ഷമ്മി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ കളിയാക്കുമായിരുന്നു. അല്ല, താങ്കളോട് തന്നെ എന്നെ പരിചയമുള്ള വേറെ ചില അതെ, കല്യാണത്തിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രാന്തനെയാണോ കല്യാണം സൈക്കോ അല്ലേ. സൈക്കോ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും പോണ വഴിയിൽ നിന്ന് ഒരു ഇത്തിരി മാറി ഒരാൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവന് വട്ടാണെന്ന് പറയും അല്ലേ, നാച്ചുറലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ എന്നെ ഇത് ബാധിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോ തന്നെ ഞാൻ ചെയ്തതിൻ്റെ റീസൺ താങ്കൾ ഇത്, ഞാൻ പറഞ്ഞു ഇതൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇപ്പം താങ്കൾക്കറിയാമല്ലോ ഞാൻ സൈക്കോ ആണോ, ഞാൻ താങ്കളെ ബഹുമാനിക്കുന്നില്ലേ? ഞാൻ ദേവികനെ ബഹുമാനിക്കുന്നതിന് എന്താ കുഴപ്പം? ഞാൻ എടി വാടി പൊടി എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കണം? അതിൻ്റെ ആവശ്യമില്ല. അവരൊരു ആർട്ടിസ്റ്റാണ്, അവരുടെ ഐഡൻറ്റിറ്റിയെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മൾ തമ്മിൽ നമ്മുടെ പേഴ്സണൽ സ്പേസിൽ നമ്മൾ പലതും സംസാരിക്കും. ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വീഡിയോനകത്ത് പറഞ്ഞു വെക്കുന്നത് അവർ റെഡിയാണ്, കുട്ടി ഭാവിയിൽ പേര് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ പറഞ്ഞിട്ട് അവർ മാറ്റിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഒരു ഫാദർ, റഫായിട്ടുള്ള ഒരു ഫാദറായിട്ടൊന്നും ഞാൻ നിൽക്കില്ല. കുട്ടിക്ക് പേര് മാറ്റാനാണെങ്കിൽ മാറ്റും. ഇതിൽ ദേവിക പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോഴേ ബുള്ളി ഇത്രേ പറഞ്ഞുള്ളൂ ആളുകൾ, ഭാവിയിൽ വരുന്ന ബുള്ളിയും കുറയ്ക്കാനോ അല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ളത് ഒഴിവാക്കാനോ വേണ്ടിയിട്ട് പേര് മാറ്റിക്കൂടെ എന്നുള്ള രീതിയിൽ ആളുകൾ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ വിശ്വാസം എലമെൻറ്റും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ബാക്കി ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലത്തെ കാര്യങ്ങൾ ഹസ്ബൻഡിനെതിരെ പോയിട്ടുള്ളത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് ഫേസ്, അതായത് 15 മിനിറ്റും 20 മിനിറ്റും മാത്രം കാണുന്ന നമ്മുടെ ലൈഫ്, അതാണ് ഏറ്റവും വിഷയം. അതായത് ഒരു ഫാമിലി വ്ളോഗ്, ഒരു എന്താ പറയുക ഡേ ലൈഫ് സാധനം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് നിങ്ങൾ എന്ത് എക്സ്പോസ് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ വന്നിട്ട് അവരുടെ മുന്നിൽ അപ്പിയർ ആവണം എന്നുള്ളത്. നിങ്ങളെ വെരി പേഴ്സണൽ സ്പേസിൽ നിങ്ങൾ മാഷേ അങ്ങനെയൊന്നും ഇടൂ അങ്ങനെയൊന്നുമില്ലല്ലോ, വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കുമായിരിക്കും. ബട്ട് അതൊന്നും കാണുന്നില്ല ജനങ്ങൾ ഈ കാണുന്നത് വെച്ച് മാത്രമാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ജനങ്ങൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് മേ ബി ഒരു അതിനാടകീയത തോന്നിയിട്ടായിരിക്കും ആളുകൾ പറയുന്നത്. പിന്നെ നിങ്ങൾ തന്നെ ഇതിൽ പറയുന്നു ഒരു ഷമ്മി സാധനങ്ങൾ നിങ്ങൾ തന്നെ കളിയാക്കിയിട്ട് ഹസ്ബൻഡിനെ പറയാറുണ്ട്. ഹസ്ബൻഡ് തന്നെ പറയുന്നു ബാക്കിയുള്ളവർ നിന്നോട് പറഞ്ഞു തന്നിട്ടില്ലേ നോർമലായിട്ട് ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കല്ല നീ പോകുന്നത് എന്നുള്ളത്. അത് വിചാരിച്ചാൽ അബ്നോർമാലിറ്റി എന്നല്ല കേട്ടോ. ഒരാൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സ്ട്രീമിസ്റ്റ് ചിന്താഗതി എന്ന് എനിക്കതിന് എൻ്റെ ഒരു ടോണിൽ ഓക്കെ, ഞാൻ വിശ്വാസിയല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ആളുകളെ കാണുമ്പോൾ ഒരു എക്സ്ട്രീമിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളാണല്ലോ. ഇപ്പോൾ സ്പിരിച്വൽ ലെവലിലാണെന്നുണ്ടെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് ഭയങ്കര വിശ്വാസി, ഭയങ്കര ഈ എന്താ പറയുക എന്ത് കാര്യത്തിനും വീട്ടിൽ നിന്നൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പല്ലി ചലച്ചാലടക്കം അയ്യോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു കരിമ്പൂച്ച വട്ടം ചാടിയ അങ്ങനെ വരെ കാര്യങ്ങളിൽ അയ്യോ എന്ന് പറയുന്ന ആളുകളുടെ ലൈഫ് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ പുറത്ത് നോക്കുന്ന ആളുകൾ തന്നെ ചിന്തിക്കുമ്പോൾ സദാനന്ദൻ്റെ സമയമൊക്കെ നമ്മൾ സിനിമ കണ്ടിട്ടില്ല, അപ്പോൾ അതുപോലത്തെ സ്കീമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ സൊസൈറ്റിയിൽ പലരും എന്ത് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് ഡോറിൽ കാണുന്നുണ്ട്. പലർക്കും പലരുടെ ജീവിതം അറിയാം. അങ്ങനെയുള്ളവരുടെ ഒപ്പം ജീവിക്കാൻ ഇപ്പോൾ നോർമലായിട്ട്, ഇപ്പോൾ മേ ബി ഒരു നോർമലായിട്ടുള്ള ഒരു ലേഡിക്കോ അല്ലെങ്കിൽ ഒരു മാനോ അങ്ങനെയുള്ള ഒരു പെണ്ണിൻ്റെയോ ആണിൻ്റെയോ ജീവിതത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരുടെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെട്ടിട്ട് അവരൊപ്പം ജീവിക്കുന്ന ഒരു അവസ്ഥ വരുമല്ലോ എന്നുള്ള കൺസേൺ കൊണ്ടായിരിക്കും മേ ബി പറയുന്നത്. ആൻഡ് ഇഫ് ദേ ആർ റെഡി ടു ഡു ഇറ്റ്, അവരത് അഡാപ്റ്റ് ചെയ്യാൻ റെഡിയാണ്, അവരതിൽ സന്തോഷമാണ്, അവർക്കൊരു വിഷയമുള്ള കാര്യമാണ്. അൺടിൽ അൺലെസ് അവരാരും വന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ദേവിക വന്നിട്ട് ഇവിടെ കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, ഇറ്റ്സ് ഫൈൻ. പക്ഷെ കാണുന്ന ആളുകൾക്ക് ഈ 15-20 മിനിറ്റ് വെച്ചിട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞിട്ട് പോകാൻ പറ്റുമല്ലോ. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ചെയ്തത് കമൻറ്റ് ബോക്സിനകത്ത് ഇപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച്, ഹസ്ബൻഡിനെ കുറിച്ചിട്ട് ഈ ആളുകൾ വന്ന് പറഞ്ഞ കാര്യങ്ങൾ എൻഡോസ് ചെയ്യുന്ന പോലെയാണ്. നിങ്ങളുടെ പഴയ ഫ്രണ്ട്സ് ഇയാളെക്കുറിച്ച് പറഞ്ഞു എന്നൊക്കെ വന്ന് വീഡിയോയിൽ പറയുന്ന സമയത്തേക്ക് ഇനി ഇത് കൂടാനുള്ള വഴിയേ ഞാൻ കാണുന്നുള്ളൂ, കുറയാൻ ഒട്ടും ഞാൻ വഴി കാണുന്നില്ല. കാരണം ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞോടുകൂടി ഈ സംഗതികൾ കൂടും. ശരി, അപ്പോൾ നിന്നോട് ഇവനെക്കുറിച്ച് ഓൾറെഡി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലേ, ഈ ചോദ്യമായിരിക്കും ഇനി കമൻറ്റ് ബോക്സിൽ വരാൻ പോകുന്നത്. ഇത് വേറൊരു കാര്യത്തിനകത്ത് പറയാനുള്ള ഈ ഭാര്യ ഇരുത്തി, ഇപ്പം ഞാൻ സ്നേഹനെ ഇരുത്തി വീഡിയോ ചെയ്യാറുണ്ട്. പലപ്പോഴായിട്ട് ഞാൻ കമൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്, സ്നേഹയ്ക്ക് സ്പേസ് കൊടുക്കുക, സ്നേഹയ്ക്ക് സംസാരിക്കാൻ സമയം കൊടുക്കുക, സ്നേഹന അപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് കമൻറ്റ് ബോക്സിൽ തന്നെ എഴുതിയിടാറുണ്ട്. സ്നേഹ തന്നെ എന്നോട് പറയാറുണ്ട് ചില ടൈമിൽ എന്നെ ഒന്ന് എന്നോട് പറയണം, കാരണം ഞാൻ ചിലപ്പോൾ ടോപ്പിക്കിൽ നിന്ന് വിട്ടിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറയും. അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ സ്നേഹൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് അപ്പുറത്തിരിക്കുന്നത് എന്നുള്ള ഒരു തോട്ടിലൊന്നുമല്ല ഞാൻ സംസാരിച്ചു പോകും. ഒരു ടോപ്പിക്കിൽ സംസാരിക്കുമ്പോൾ കാറിനകത്ത് കയറുമ്പോൾ ദിസ് ഈസ് മൈ ഏരിയ, ഇത് എൻ്റെ സ്ഥലമാണ്, ഇത് എൻ്റെ രാജ്യമാണ്, ഇവിടെ രാജാവ് ഞാനാണ്. ഞാനെങ്ങനെ സംസാരിക്കും, എൻ്റെ ഒപ്പമുള്ള ആൾ അതിലും കൂടുതൽ സംസാരിക്കണം, അല്ലെങ്കിൽ അതിലും കൂടുതൽ എന്താ പറയുക ടപ്പടത്തോടെ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ സംസാരിച്ചിട്ട് പോകും. കാരണം ഈ ഏരിയയിൽ ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ്, ഞാൻ ഇരുന്ന് സംസാരിക്കും. അപ്പോൾ എന്നെ ഓവർടേക്ക് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക്
സംസാരിക്കാം, നോ വറീസ്. പല സാഹചര്യങ്ങളിലും ജിത്തുവായി ആണെങ്കിലും സ്നേഹയാണെന്നുണ്ടെങ്കിലും ഞാൻ സംസാരിച്ച് പോകുന്ന ഫ്ലോയിൽ അവർക്ക് അതിൻ്റെ ഒപ്പം ആ സ്പീഡിൽ ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് അവർ ഉണ്ടായിരിക്കുന്നത്. അത് കാരണം ഞാൻ സ്നേഹയെ ഡോമിനേറ്റ് ചെയ്യുന്ന, ഞാൻ സ്നേഹയെ സംസാരിക്കാൻ പറ്റാത്ത ഒരാളാണെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പോൾ വിജയ്ക്ക് വന്ന പോലെ തന്നെ എനിക്കും തോന്നാം. ഓക്കെ, അങ്ങനെ ആ ഒരു ആസ്പെക്റ്റിലാട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ അതായത് ആ ലേഡിയെ കൊണ്ട് സംസാരിപ്പിക്കുന്നില്ല, നീ മറ്റേ ഡോമിനേറ്റ് ചെയ്യുന്നു. പക്ഷേ എൻ്റെ കേസിൽ ഈ ഒരു ഒറ്റ ഏതോ ഒരു 1-2 വീഡിയോ മാസത്തിൽ വരുന്നതിൽ മാത്രം എന്നുള്ള സ്കീമാണ്. പക്ഷെ നിങ്ങളത് അങ്ങനെയല്ല. നിങ്ങളിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ഓരോ ദിവസവും ഓരോ വീഡിയോ ഇടുന്നു. 365 ദിവസവും നിങ്ങളെ വീഡിയോസ് കയറുമ്പോൾ അതിനകത്ത് നിങ്ങളുടെ മൈന്യൂട്ട് എക്സ്പ്രഷൻ, ചെറിയ ചെറിയ നിങ്ങളുടെ മൊമെൻറ്റ്സ് വരെ ആളുകൾ ക്യാപ്ചർ ചെയ്യും. മനസ്സിലായില്ലേ? സംസാരം മാത്രമല്ല, നിങ്ങളുടെ വെരി മൈന്യൂട്ട് കാര്യങ്ങൾ വരെ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു സീരിയൽ ഓഡിയൻസ് ഇപ്പം ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആയിട്ടുള്ള ഇതേപോലുള്ള ഫാമിലി വ്ളോഗിലാണ്, ഡേ ലൈഫ് വ്ളോഗ്സിലാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആളുകൾ നിങ്ങളുടെ ഓരോ വാക്കും നോട്ടവും നിങ്ങളുടെ ഓരോ എക്സ്പ്രഷനും ഇഞ്ച് ബൈ ഇഞ്ച് ഓഡിറ്റ് ചെയ്യും ആളുകൾ. അങ്ങനത്തെ സാഹചര്യത്തിൽ മേ ബി അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ, എവിടെയെങ്കിലും നിങ്ങൾക്ക് ഓക്കെ ക്യാമറ തുടങ്ങി, ഇപ്പോൾ അവരൊരു ആക്ട്രസ്സാണ്, നിങ്ങൾ ക്യാമറേൻ്റെ മുന്നിൽ ഒരുപാട് നിന്നിട്ടുള്ള ഒരു സിംഗറാണ്. സോ എവിടെയോ നിങ്ങൾക്ക് ക്യാമറ ഓൺ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സാധനം ഇത് നമ്മൾ അഭിനയിച്ചിട്ടുള്ളവരാണ്, അഭിനയിക്കുന്നവരാണ്, നമുക്കറിയാം. സോ നമുക്ക് ക്യാമറയുടെ മുന്നിൽ ഒന്നുകൂടി നല്ല അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യട്ടെ എന്നുള്ള ഒരു സംഗതി ചിലപ്പോൾ ഇപ്പം ഇങ്ങനെ പാളി തുടങ്ങിയിട്ടുണ്ടാവും. മേ ബി ആളുകൾ കുറച്ചുകൂടി ഡ്രമാറ്റിക്കായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഇത് തന്നെ ചെയ്ത് മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നോർമലാവാം, അല്ലെങ്കിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ കൊണ്ടുവരാം, പലതും ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്കിതൊന്നും വിഷയമുള്ള കാര്യമില്ല, ഓക്കെ ഇതൊന്നും നമുക്ക് ഏൽക്കാനും പോകുന്നില്ല, ഇതൊക്കെ ഇതിൻ്റെ ഒരു വഴിക്ക് പോട്ടെ എന്നുള്ള മൈൻഡ് സെറ്റിൽ എടുത്തിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാം അരിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളാണല്ലോ. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു, ഒന്നും ലൈഫിലേക്ക് എടുക്കാതിരിക്കുക. ഓക്കെ, നമ്മളെല്ലാം നാട്ടുകാരെ കാണിക്കുന്നുണ്ട്, എല്ലാം എക്സ്പോസ് ചെയ്യുന്നുണ്ട്, അവരുടെ അഭിപ്രായം ഇങ്ങോട്ട് വരുമ്പോൾ അതൊന്നും ലൈഫിലേക്ക് എടുക്കാതിരിക്കുക എന്നുള്ളൊരു മെയിൻ കാര്യമുണ്ട്. ഉപദേശങ്ങൾ വരാം, തെറിവിളികൾ വരാം, നല്ലത് പറയാം, ചീത്ത പറയാം, ലൈഫിലേക്ക് എടുത്ത് കൊണ്ടുവരാതിരിക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇതൊക്കെ അതിൻ്റെ ഒരു സെൻസിലെടുക്കുക. ഞാൻ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ്ഡ് ആണ്, എൻ്റെ ലൈഫ് എക്സ്പോസ്ഡ് ആണ്. അത് ഓഡിറ്റ് ചെയ്യാനും കുറേ കണ്ണുകൾ ഇവിടെ ഉണ്ട്, അവർ ചെയ്യട്ടെ. പക്ഷെ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. എക്സ്ട്രീംലി ഇഫ് ഐ എം ഗോയിങ് റോങ് അവരെന്നെ കറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അവരോട് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കണം. അവരോട് പോയിട്ട് ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഈസ് ഫൺ, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഒരു എടുത്ത് പറയാനുള്ളൊരു കാര്യം, ഇവർ ഈ വീഡിയോനകത്ത് നാളകളിൽ കുട്ടി വലുതായിട്ട് പേര് മാറ്റണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡിയാന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ നാളകളിലേക്ക് കുട്ടിയെ പേര് മാറ്റണം എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് ആ കുട്ടി എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ തലയിലാണ് വന്നിരിക്കുന്നത്. കാരണം അങ്ങനെ ആ കുട്ടിക്ക് ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി ആ സിറ്റുവേഷനിൽ എത്തിച്ചത് നിങ്ങൾ അച്ഛനും അമ്മയായിരിക്കും. കാരണം ഈ ഒരു പേരിട്ട് കൊടുത്തിട്ട് അപ്പോൾ പിന്നെ നിങ്ങൾ കുട്ടി പറയുമ്പോൾ അയ്യോ വയ്യോ എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ സമാധാനിപ്പിക്കാൻ പോയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം കുട്ടിയുടെ മുന്നിലടക്കം ഡിജിറ്റൽ എവിഡൻസുകൾ കിടക്കില്ല, അച്ഛനും അമ്മേനോടും നാട്ടുകാർ മാറ്റണം എന്ന് പറയുന്നത്. എന്തായാലും ഹോപ്പ്ഫുള്ളി എല്ലാം നല്ല പോലെ പോട്ടെ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ എക്സ്ട്രീം വിശ്വാസവും ഒട്ടും വിശ്വാസമില്ലായ്മയൊക്കെ പറയുന്ന സമയത്ത് കിട്ടുന്നതായിട്ടുള്ള കുറച്ച് ബുള്ളിങ് ഹരാസ്മെൻറ്റ് പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതുപോലും നമ്മളെ ബോദർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പേര് കാരണം ഒരു കുട്ടി വളരുമ്പോൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഭയങ്കര പെയിനായിരിക്കും ഇവിടെ. അത്രയേ ഉള്ളൂ, അത്രയും നാട്ടുകാരും പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലാക്കാം, ഇല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളായിട്ട് മുന്നോട്ട് പോകാം.